ഞാൻ പ്രേക്ഷകരോട് പറയുകയായിരുന്നു സുജു, കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് സംസ്ഥാനത്തുടനീളം തെരുവുകളിൽ കാണിച്ചു കൂട്ടിയ സംഘർഷം. അവിടെ സുജു നിൽക്കുന്നത് പത്തനംതിട്ട വല്ലന പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ്. എന്താണ് ഇന്നലെ അവിടെ സംഭവിച്ചത്? വിനിഷ, വല്ലന സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലാണ് നിൽക്കുന്നത്. ഇന്നലെ ഇവിടെ യൂത്ത് കോൺഗ്രസ് അല്ല, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ഇവിടെ അക്രമം അഴിച്ചുവിട്ടത്. ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പകൽ അതായത് 11:30 ഇവിടെ രോഗികളുള്ള സമയത്ത് ആ ചികിത്സയെ പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിലായിരുന്നു കോൺഗ്രസിൻ്റെ ആക്രമണ പ്രവർത്തനം. ശിലാഫലകം തകർത്ത്, അവിടെ വീണ ജോർജിൻ്റെ പേരുള്ള ശിലാഫലകം തകർത്ത് കളയുന്നു. രണ്ട് കാര്യങ്ങൾ, ഒന്ന് ആക്രമണം, മറ്റൊരു കാര്യം കാണിക്കാനുള്ളത് ഈ കോൺഗ്രസ് പ്രവർത്തകർ എത്ര ശിലാഫലകം തകർത്താലും എനിക്ക് പിന്നിൽ കാണുന്ന ഈ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് ചെല്ലുമ്പോൾ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പണിത വീണ ജോർജ് MLAയുടെ ഒരു ബോർഡ് കാണാം. മാത്രമല്ല ഈ ബിൽഡിങ്ങിൻ്റെ സമീപത്തായി തൊട്ട് മുമ്പിൽ ഈ സർക്കാർ, പിണറായി സർക്കാർ പണിയുന്ന 2.5 കോടി രൂപ മുടക്കി പണിയുന്ന വലിയ ബഹുനില കെട്ടിടവും നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ഈ വല്ലന ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ ഒട്ടനവധി വികസനം ഇടതുപക്ഷ സർക്കാരുകൾ നടത്തിയാണ്. അതിലേക്കൊക്കെ വരാം. ആദ്യം ഇന്നലെ നടത്തിയ ആക്രമണ പ്രവർത്തനത്തിലേക്ക് തന്നെ നമുക്ക് പറയാം. അതിന് ഒപ്പം നമ്മോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് BS അനീഷ് മോഹൻ ചേരുന്നുണ്ട്. അനീഷ്, ഇന്നലെ വലിയൊരു ആക്രമണമായിരുന്നില്ലേ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന്? ഒരിക്കലും നമ്മുടെ വല്ലന സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ഇത്തരത്തിലൊരു ആക്രമണം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. പ്രിയപ്പെട്ട കേരളത്തിൻ്റെ ആരാധ്യയായ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് പ്രദാനം ചെയ്യുന്നൊരു മണ്ഡലം എന്ന നിലയിൽ വളരെ പ്രതീക്ഷയോടെയാണ് ആ സഖാവ് ഇവിടെ മത്സരിക്കുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങളാകെ ആ സഖാവിന് വേണ്ടി പ്രവർത്തിക്കുകയും വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. 100% സത്യസന്ധമായി ജനങ്ങളോട് ആത്മാർത്ഥത പുലർത്തി ആ സ്നേഹമാകെ വിജയിപ്പിച്ച ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാകെ വികസനമായി തിരികെ നൽകുന്ന രൂപത്തിലുള്ള ഇടപെടലാണ് സഖാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇന്നലത്തെ സംഭവത്തിലേക്ക് എത്തുമ്പോഴേ ഇന്നലെ ഇവിടെ നടന്നത് പകൽ രോഗികളെ തടസ്സപ്പെടുത്തിക്കൊണ്ട്, ചികിത്സ തടസ്സപ്പെടുത്തിക്കൊണ്ടായിരുന്നോ? തീർച്ചയായിട്ടും പകൽ 11:30 ഒരു 15ലധികം വരുന്ന പ്രാദേശിക കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ് ഈ കോമ്പൗണ്ടിനുള്ളിലേക്ക് കടന്നു കയറി വന്നിട്ടുള്ളത്. സാധാരണ പ്രതിഷേധ സമരങ്ങൾ, ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധ സമരങ്ങളൊക്കെ സ്വാഭാവികമാണ്. ആ സമരങ്ങളിലൊക്കെ ഇടപെടുന്നവരും വിശ്വസിക്കുന്നവരും അത്തരം പ്രവർത്തനം നടത്തുന്നവരാണ് നമ്മളെല്ലാം തന്നെ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നോക്കൂ, ഈ കോമ്പൗണ്ടിൻ്റെ പുറത്ത് 100-150 അടി പിന്നിലാണ് പ്രധാനപ്പെട്ട ഗേറ്റ് ഉള്ളത്. അത് കടന്നാണ് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ, പോലീസ് ഇവിടെ ഉള്ളപ്പോൾ തന്നെയാണ് അത് മറികടന്ന് ഈ ആശുപത്രി വളപ്പിലേക്ക് വരികയും ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന രോഗികളും അതുപോലെ തന്നെ അവരെ പരിചരിച്ചുകൊണ്ടിരുന്ന മെഡിക്കൽ ടീമിൻ്റെയും ഇടയിലേക്ക് വന്നിട്ടാണ് വീണ ജോർജിൻ്റെ നാമധേയത്തിലുള്ള ശിലാഫലകം തകർത്തിട്ടുള്ളത്. ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല, ഒരു തരത്തിലും. അതിന് തക്ക ഒരു സാഹചര്യം ഇവിടെ ഇല്ല. വല്ലനയിൽ പോലീസ് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്, പോലീസ് FIR ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം, അതുപോലെ തന്നെ പൊതുമുതൽ നശീകരണ നിയമപ്രകാരം ഈ കുറ്റക്കാർക്കെതിരെ, അക്രമകാരികൾക്കെതിരെ കേസെടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ സമരാഭാസമാണ്. അത്തരത്തിലൊരു സമരം നടക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഇല്ല. വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. വളരെ കെട്ടിച്ചമച്ച ഒരു കള്ളക്കഥയുടെ പേരിലാണ് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള മണ്ഡലത്തിലെ ഈ വല്ലന സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ 15ഓളം ക്രിമിനലുകൾ ഇത്തരത്തിലൊരു ആഭാസം നടത്തിയിട്ടുള്ളൂ, സമരാഭാസം. തീർച്ചയായിട്ടും ബുദ്ധിമുട്ടായി, വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് രോഗികൾക്കും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർക്കും ഒക്കെ. അവർ ഭയചകിതരായിപ്പോയി, എന്ത് ചെയ്യണമെന്നറിയാതെ, ഭയപ്പെട്ടു പോയി, എന്ത് ചെയ്യണമെന്നറിയാതെ. രണ്ടാമത്തെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർ ഈ ശിലാഫലകം തകർക്കുന്നത് കൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ അല്ലെങ്കിൽ പിണറായി സർക്കാരിൻ്റെ മുൻ സർക്കാരുകളുടെ, കാരണം ഞാൻ മോള് വരുമ്പോൾ ആദ്യം കാണുന്ന കെട്ടിടം രാമേന്ദ്രൻ അല്ലേ, എസ് രാമേന്ദ്രൻ സഖാവ് MP ആയിരുന്ന കാലഘട്ടത്തിൽ പണിത കെട്ടിടം. രണ്ടാമത് വരുമ്പോൾ ഇത് CS സുജാതയും അതുപോലെ മന്ത്രി വീണ ജോർജിൻ്റെയും ഫണ്ട് വെച്ച് പണിത കെട്ടിടം. തൊട്ടിപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ പിണറായി സർക്കാർ ഭരിക്കുമ്പോൾ പണിയുന്ന ബഹുനില കെട്ടിടം 2.5 കോടി രൂപ മുടക്കി. അങ്ങനെ ഇവരെത്ര തകർത്താലും ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരുകൾ പണിത കെട്ടിടങ്ങൾ മായില്ലല്ലോ. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ കോൺഗ്രസിൻ്റെ ഭരണമുള്ള കാലത്ത് ഒരുപാട് പേർ ഈ മണ്ഡലത്തെ ആറന്മുളയെ പ്രതികരിച്ചു പോയിട്ടുണ്ട്. ഇവിടെ ശിലാഫലകം നോക്കാനാണെങ്കിൽ ഈ പരിസരത്ത് ഈ വല്ലന CHSയുടെ കോമ്പൗണ്ടിൽ ഒരു കെട്ടിടം പോലും, ഒരു ശിലാഫലകം പോലും UDF അധികാരത്തിലിരുന്നപ്പോൾ കോൺഗ്രസിൻ്റെ MLAമാർ ഈ നാടിനെ പ്രതികരിച്ചപ്പോൾ മന്ത്രിമാരായിട്ടുള്ള കാലത്ത് പോലും ഒരു ശിലാഫലകം പോലും സ്ഥാപിച്ചത് കാണാൻ കഴിയത്തില്ല ഈ കോമ്പൗണ്ടിൽ. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. നിരവധി പേർ MP ആയിട്ടിപ്പോൾ 20 വർഷത്തിലധികം ഒരു MP ഉണ്ടല്ലോ, ഒരു ചില്ലി പൈസ വല്ലന സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന് നൽകിയിട്ടില്ല. CPMൻ്റെ പ്രതിയായിട്ടുള്ള രാജ്യസഭ MP SRP എസ് രാമേന്ദ്രൻപിള്ള MP ആയപ്പോഴാണ് ഇതിന് തൊട്ട് പിന്നിലുള്ള OP കെട്ടിടം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നമുക്ക് പിന്നിൽ കാണുന്ന ഈ നില CS സുജാത MP ആയപ്പോൾ ലഭിച്ചിട്ടുള്ളതാണ്. 2006 KC രാജഗോപാലൻ MLA ആയിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടി ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് 2009 നമുക്ക് ലഭിച്ചിട്ടുള്ള കെട്ടിടമാണ് ഇതിന് പിന്നിൽ കാണുന്നത്. അതിൻ്റെ മുകളിലാണ് വീണ ജോർജ് MLA ആയപ്പോൾ 25 ലക്ഷം രൂപ അനുവദിച്ച് ഈ മനോഹരമായ പുതിയ കെട്ടിടം മുകളിലുള്ളത്.
ആ കെട്ടിടത്തിന് ശിലാഫലകം തകർത്തെന്ന് കരുതി ഈ നാടിൻ്റെ വികസനത്തെ തടയാൻ കഴിയും അവർക്ക്? തൊട്ടു മുമ്പിലുള്ള 2.5 കോടിയുടെ ബിൽഡിംഗ്, അതിന് തൊട്ട് മുന്നിലാണ് അതേ നോക്കൂ, നിങ്ങൾക്ക് കാണാൻ കഴിയും 2.5 കോടി രൂപ, 2,60,00,000 രൂപയുടെ കെട്ടിടമാണ് പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അത്യാധുനിക സൗകര്യമുള്ള ഒരു കെട്ടിടം. വലന പോലെ ആറന്മുള പഞ്ചായത്തിലെ ഏറ്റവും സാധാരണക്കാർ അധിവസിക്കുന്ന ഈ പ്രദേശത്ത് ഈ നാടിൻ്റെ വികസനത്തിൽ, ആരോഗ്യ പരിചരണത്തിൽ സ്വപ്നതുല്യമായ ഒരു വികസന നേട്ടമായി മാറാൻ പോകുന്ന പദ്ധതിയാണ് നടക്കാൻ പോകുന്നത്. ഇതൊക്കെ കണ്ട് അസൂയ പൂണ്ട്, വിറളി പൂണ്ടാണ് ഇത്തരം സാമൂഹ്യ വിരുദ്ധന്മാർ തന്നെ ഞങ്ങൾ പറയും. സമൂഹത്തിൽ എന്തെങ്കിലും പ്രതിബദ്ധതയുള്ളവർ, കടപ്പാടുള്ളവർ ഇത്തരത്തിലുള്ള മര്യാദഘട്ട പ്രവൃത്തി നടത്തുന്നില്ല. മര്യാദഘട്ട സമരം, എത്ര സമരം നടത്തിക്കോട്ടെ, എന്ത് സമരവും നടത്തിക്കോട്ടെ, പ്രതിഷേധം നടത്തിക്കോട്ടെ, അതൊക്കെ പ്രതീകാത്മകമാണ്. പക്ഷേ ഇത്രയധികം ദൂരം 100-150 മീറ്റർ അധികം ഇതിൻ്റെ ഉള്ളിലേക്ക് വന്ന് ഇതിൻ്റെ കോമ്പൗണ്ടിൽ കടന്നു കയറി ഈ പ്രവൃത്തി സമയത്ത് രോഗികളുള്ളപ്പോൾ മെഡിക്കൽ ടീം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തകർക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്നത്? ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത പ്രവർത്തനമാണ് വിനീഷ ഇവിടെ നടന്നത്. 2 കാര്യങ്ങൾ. ഒന്ന്, ഈ ഇന്നലെ കാട്ടിയ അതിക്രമങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇനി കോൺഗ്രസ് എത്ര ശിലാഫലങ്ങൾ തകർത്താലും ആശുപത്രിയിൽ നേർസാക്ഷിയായി കെട്ടിടങ്ങളും മികച്ച ചികിത്സയിൽ നിൽക്കുകയാണ്. ഒന്നും ചെയ്യുകയില്ല, എന്നാൽ ചെയ്യുന്നതൊക്കെ സമ്മതിക്കാത്തൊരവസ്ഥയാണ് പത്തനംതിട്ടയുള്ളത്. അതാണ് ഇന്നലെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ കണ്ടത്. കെട്ടിട നവീകരണവുമായി ബന്ധപ്പെട്ട് നവീകരണം തീരുമാനിക്കുമ്പോൾ അവിടെ സമരം ചെയ്യുന്നു. പിന്നെ HMC കൂടുമ്പോൾ അവിടെ അലങ്കോലപ്പെടുത്തുന്നു. ഒടുവിൽ അത് വൈകിപ്പിച്ച ശേഷം വൈകുന്നു എന്ന് പറഞ്ഞ് സമരം നടത്തുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇന്നലെ പത്തനംതിട്ടയിലും കണ്ടു. ഇതാണ് ജില്ലയിൽ, ഒരുപക്ഷെ സംസ്ഥാനത്താകെ ഇത്തരത്തിലെ അനുഭവങ്ങളായിരിക്കാം മറ്റുള്ളിടത്തെയും HMCകൾക്കൊക്കെ പറയാൻ സാധിക്കുന്നത്. വിനീഷ.